ജെഎസ് നേച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് മുന്നേ നമ്മൾ തക്കാളിയുടെ വിത്ത് പാകി അത് മുളപ്പിച്ച് അത് മാറ്റി നടുന്നത് വരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ എന്തൊക്കെ ചെയ്തു കൊടുക്കണം, എന്തൊക്കെ വളമാണ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതിനൊക്കെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം തക്കാളി ചെടിയിൽ കായാവുന്നത് വരെയുള്ള വീഡിയോ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ജെഎസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളൊന്ന് മാറ്റി നട്ട ആ തക്കാളി തൈകളെല്ലാം ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഏകദേശം വലുതായി കായ് ഉണ്ടാവാറായ രൂപത്തിലേക്ക് ആയിട്ടുണ്ട് പ്ലാന്റ്സ് എല്ലാം. കായ് ഉണ്ടാകുന്നത് വരെ ഇനി എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. മുൻപത്തെ വീഡിയോ, അതായത് അത് വിത്ത് മുളപ്പിക്കുന്നത് മുതൽ മാറ്റി നടുന്നത് വരെയുള്ള വീഡിയോ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ആ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ശാസ്ത്രീയമായ രീതിയിലൂടെ ഒന്നല്ല ഈ കൃഷി ചെയ്യുന്നത്. എങ്കിലും വീട്ടിൽ കൃഷി തുടങ്ങുന്നവർക്ക്, അതായത് അടുക്കള കൃഷി തുടങ്ങുന്നവർക്ക് ഏറെ ഉപയോഗപ്രദമായ ഒരു തരത്തിലുള്ള രീതിയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ മുമ്പത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം നമ്മൾ മണ്ണ് നിറക്കുന്ന സമയത്ത് ഒരു 3/4 ഭാഗം മാത്രമാണ് മണ്ണിടാവൂ എന്നത്. കാരണം ഈ ഒരു സമയമായാൽ നമുക്ക് അതിന് വേണ്ട വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് 3/4 ഭാഗം മാത്രം നമ്മൾ മണ്ണായിട്ട് നിർത്തിയിട്ടുള്ളത്. ഈ സമയത്ത് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ തൈകൾക്കും ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അതിനുശേഷം ലേശം മണ്ണ് അതിൻ്റെ മുകളിലൂടെ വിതറി കൊടുക്കും. തക്കാളിയിൽ പൂവിടുന്ന സമയത്താണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത്. വേപ്പിൻ പിണ്ണാക്കൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനെന്നാൽ കായ് വരുന്ന സമയത്ത്, അതായത് തക്കാളി ഏകദേശം ഒരു മൂക്കുന്ന സമയമാവുന്നതോടുകൂടി അതിനകത്തൊരു കറുത്ത പാട് വരികയും വാട്ടരോഗം സംഭവിക്കും. വാട്ടരോഗം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ ഏകദേശം തക്കാളി രൂപപ്പെടുന്ന ആ സമയത്ത്, ഏകദേശം കായ് ആവുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ മിശ്രിതം തന്നെ, അതായത് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും പാടെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ശേഷം അതിനകത്ത് കുറച്ച് മണ്ണ് കൂടി അതിൻ്റെ മുകളിലൂടെ വിതറി കൊടുക്കാവുന്നതാണ്. ദിവസവും ഒരു നേരം, ഏകദേശം രാവിലെയാണ് വെള്ളം നനയ്ക്കുന്നത് എങ്കിൽ ദിവസവും ആ ഒരു നേരം തന്നെ വെള്ളം നനയ്ക്കാൻ ശ്രമിക്കുക. ഞാൻ മുന്നേ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഏകദേശം തക്കാളി പ്ലാന്റ് വലുതാവുന്നതോടുകൂടി അതൊരു കമ്പ് വെച്ച് കെട്ടി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കമ്പ് വെച്ച് കെട്ടി കൊടുത്താൽ മാത്രമേ ഈ പ്ലാന്റ് നേർ രീതിയിൽ വളർന്നു പോവുകയുള്ളൂ. ഇങ്ങനെ ഈ ഒരു രീതി ചെയ്തു കൊടുത്താൽ നന്നായി കായ്ഫലം കിട്ടും. ഈ തക്കാളി ചെടിയിൽ നിന്ന് നന്നായിട്ട് തന്നെ നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ആവശ്യമായ തക്കാളി വിളവെടുക്കാൻ കഴിയും. ഏകദേശം ഒരു മരത്തിൽ തന്നെയാണ് ഈ കാണുന്ന തക്കാളിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഒരുപാട് തക്കാളി തന്നെ ഈ ഒരു മരത്തിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. മുൻപ് പറഞ്ഞ രീതിയിലുള്ള പ്രയോഗങ്ങൾ ചെയ്തു കൊടുത്താൽ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ തക്കാളിയൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോ, അതായത് വിത്ത് മുളപ്പിക്കുന്നത് മുതൽ മാറ്റി നടുന്നത് വരെയുള്ള വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് പോയി നോക്കാവുന്നതാണ്. ശേഷമാണ് ഈ വീഡിയോയിലുള്ള ക്രമം നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിന് തന്നെ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.